ഇപ്പോൾ MLA റോഡരികിൽ കിടക്കുകയാണ്. ഇത് പോലീസ് ധിക്കാരാണ് കാണിക്കുന്നത്. ഒരു ജനകീയ സമരത്തിനെതിരെ പോലീസ് ഈ രീതിയിൽ പെരുമാറുന്നത് ഒരു കാരണവശാലും ടോൾ ഞങ്ങൾ അനുവദിക്കില്ല. ഇന്ന് ഒരു പക്ഷെ ഞങ്ങൾ അറസ്റ്റ് ചെയ്താലും നിരന്തരമായി ഞങ്ങൾ സമരം നടത്തും. ഇതാണ് സമരസമിതിയുടെ നിലപാട്. സമരസമിതിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെ കൂട്ടമായി പിടിച്ചു വെച്ചുകൊണ്ട് തന്നെ സമരത്തിന്റെ മുൻനിരയിൽ നിർത്താൻ തന്നെയാണ് സാധാരണ പ്രവർത്തകരുടെയൊക്കെ തന്നെ നീക്കം. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൽ നിരവധി ക്ലബ്ബുകളുണ്ട്. BJP ഇതരമായിട്ടുള്ള കുമ്പള പ്രദേശത്തെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും ഈ സമരസമിതിയുടെ ഭാഗമാണ്. എന്തായാലും വലിയ സംഘർഷത്തിലേക്ക് അന്നുണ്ടായതുപോലെ മാർച്ച് ആ ഒരു സംഘർഷ സാധ്യതയിലേക്ക് പോയില്ലെങ്കിലും ദേശീയപാത ഈ രീതിയിലേക്ക് പരമാവധി സമയം ഉപരോധവുമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഏകദേശം മണിക്കൂറുകളായി പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ചിട്ട്. സമാന്തരമായ പാതകളൊക്കെ തന്നെ ഉണ്ടെങ്കിലും അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ള സംശയം കൂടി ഉണ്ടായിരുന്നു. മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരടക്കം നിരവധിയായ ആളുകൾ ചികിത്സയ്ക്കായി തന്നെ മംഗളൂരുവിലേക്ക് പോകുന്ന കാഴ്ചകൾ നമ്മൾ നിരന്തരം കാണുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ റോഡ് പ്രയാസപ്പെടും അല്ലെങ്കിൽ തടസ്സപ്പെടും എന്നുള്ള ഒരു പ്രയാസമുണ്ടായതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. പക്ഷേ സമരസമിതി പ്രവർത്തകർ പറയുന്നതും കൃത്യമായ കാര്യങ്ങൾ തന്നെയാണ്. കാരണം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ രീതിയിൽ ടോൾ ബൂത്ത് തുറന്ന് പ്രവർത്തിപ്പിക്കുക എന്നതാണ് ചോദിക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിലൊക്കെ തന്നെ സമരസമിതി പ്രവർത്തകർക്കൊക്കെ നൽകിയ ഉറപ്പ് എന്നത് യാതൊരു തരത്തിലും കോടതി നടപടിയെ ആ രീതിയിൽ തന്നെ ആ മാന്യതയോടുകൂടി തന്നെ കാണും. കോടതി എന്ത് പറയുന്നോ അതിനനുസരിച്ച് മാത്രമേ ഇവിടെ ടോൾ ബൂത്ത് പ്രവർത്തിക്കുകയുള്ളൂ എന്നായിരുന്നു സമരസമിതിക്ക് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ NHI നൽകിയ ഉറപ്പ്. എന്നാൽ അത് പൂർണ്ണമായി ലംഘിക്കപ്പെടുകയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. എന്തായാലും തുടർച്ചയായി ഇവിടെ ടോൾ ബൂത്ത് തുറക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിലും ശക്തമായ സമരവുമായി മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം.